നമസ്കാരം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളത്ത് ഇടത് സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് ക്രിസ്റ്റി ഫെർണാണ്ടസ് ആയിരുന്നു. കോൺഗ്രസിനായി ജയിച്ചു കയറിയ പ്രൊഫസർ KV തോമസിന്റെ അടുത്ത സുഹൃത്തായിരുന്നു ക്രിസ്റ്റി. അതുകൊണ്ട് തന്നെ എറണാകുളത്തെ എതിരാളിയെ നിശ്ചയിച്ചതും തോമസ് മാഷായിരുന്നുവെന്ന ആരോപണവും വിമർശനവും CPM-നെ പിടിച്ചുലച്ചിരുന്നു. അത്തരത്തിലൊരു ചർച്ച ഇപ്പോൾ ഉയരുന്നത് കോട്ടയത്ത് നിന്നാണ്. കോട്ടയത്ത് CPM സ്ഥാനാർത്ഥി പട്ടികയിലുള്ളത് VN വാസവനും സിന്ധുമോൾ ജേക്കബുമാണ്. ഇവരെ സ്ഥാനാർത്ഥിയാക്കാൻ ചരടുവലികൾ നടത്തുന്നത് കേരള കോൺഗ്രസിലെ രണ്ട് വിഭാഗങ്ങളാണെന്നാണ് വസ്തുത. സിന്ധുമോളെ LDF സ്ഥാനാർത്ഥിയാക്കാൻ ചരടുവലിക്കുന്നത് മോൻസ് ജോസഫ് MLA-യും VN വാസവനെയാക്കാൻ ശ്രമിക്കുന്നത് ജോസ് കെ മാണിയുമാണ്. കേരള കോൺഗ്രസിലെ മാണി ജോസഫ് വിഭാഗങ്ങൾ ഇടത് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ തന്ത്രങ്ങളും മറുതന്ത്രങ്ങളും ഒരുക്കുകയാണ്. അതിനുശേഷം മാത്രമേ സ്വന്തം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ പോലും തുടങ്ങൂ. ഉഴവൂരിലെ പഞ്ചായത്ത് അംഗമാണ് സിന്ധുമോൾ ജേക്കബ്. കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിന്റെ ഭാഗം. ഈ മേഖലയിലെ അറിയപ്പെടുന്ന ക്രൈസ്തവ കുടുംബാംഗമാണ് സിന്ധുമോൾ. യാക്കോബായ കുടുംബാംഗമായ സിന്ധുമോൾ ഉഴവൂരിലെ പ്രശസ്തമായ ജ്ഞാനായ കുടുംബാംഗത്തെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. ഇതെല്ലാം സിന്ധുമോൾക്ക് കോട്ടയത്ത് മികച്ച സാധ്യത കൽപ്പിക്കുന്നു. ഇത് മനസ്സിലാക്കി കടുത്തുരുത്തിയിലെ MLA കൂടിയായ കേരള കോൺഗ്രസ് നേതാവ് മോൻസ് ജോസഫാണ് ഇടതുപക്ഷത്തിന് സിന്ധുമോൾ ജേക്കബിനെ ചൂണ്ടിക്കാട്ടിക്കൊടുത്തത്. PJ ജോസഫിന് കേരള കോൺഗ്രസിൽ സീറ്റ് കിട്ടില്ലെന്ന് ഉറപ്പായതോടെയാണ് മോൻസ് സിന്ധുമോളുമായി രംഗത്തെത്തിയത്. PJ ജോസഫിന് സീറ്റ് കൊടുക്കാത്തതിന് പ്രതികാരമായി കേരള കോൺഗ്രസിനായി KM മാണി നിശ്ചയിക്കുന്ന സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാനുള്ള തന്ത്രപരമായ നീക്കം. ഇത് മനസ്സിലായതോടെ ജോസ് കെ മാണിയും ഉയർന്നു. VN വാസവന്റെ പേര് ചർച്ചയാക്കിയത് ജോസ് കെ മാണിയായിരുന്നു. CPM അണികൾക്ക് പ്രിയപ്പെട്ട നേതാവാണ് വാസവൻ. എന്നാൽ വാസവന് പാർട്ടി വോട്ടുകൾക്ക് അപ്പുറം നേടാനാകില്ല. ജാതി സമവാക്യങ്ങൾ പാർട്ടിക്ക് ഒപ്പമാക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ വാസവൻ CPM-ന് മികച്ച രാഷ്ട്രീയ സ്ഥാനാർത്ഥിയാണെങ്കിലും കേരള കോൺഗ്രസിന് പ്രശ്നമേയല്ല. ഈ സാഹചര്യം തിരിച്ചറിഞ്ഞാണ് വാസവനെ ഇറക്കി സിന്ധുമോൾ ജേക്കബിനെ വെട്ടാൻ ജോസ് കെ മാണിയും കരുക്കൾ നീക്കുന്നത്. എങ്ങനെയും വാസവനെ മത്സരിപ്പിക്കാനാണ് നീക്കം. വാസവൻ നിന്നാൽ കേരള കോൺഗ്രസ് ആരെ നിർത്തിയാലും ജയിക്കും. ശബരിമല വിഷയത്തിലും CPM-നെതിരെ വികാരം ആളിക്കത്തിക്കാമെന്നും ജോസ് കെ മാണി കണക്ക് കൂട്ടുന്നു. CPM സംസ്ഥാന നേതൃത്വത്തെ കൊണ്ട് വാസവൻ അനുകൂലമായ തീരുമാനം എടുപ്പിക്കാനുള്ള രഹസ്യ ചരടുവലികൾ ജോസ് കെ മാണി നടത്തുന്നുണ്ട്. ഇതിനെ പ്രതിരോധിക്കാൻ മോൻസ് ജോസഫും ആകുന്നതെല്ലാം ചെയ്യുന്നുണ്ട്. കേരള കോൺഗ്രസിലെ ഭിന്നതയാണ് ഇത്തരത്തിലെ നീക്കങ്ങൾക്ക് പോലും കാരണമാകുന്നത്. കേരള കോൺഗ്രസിന് 2 സീറ്റുകൾ വേണമെന്നായിരുന്നു ജോസഫിന്റെ ആവശ്യം. അതിലൊന്നിൽ താൻ മത്സരിക്കുമെന്ന് ജോസഫ് പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ കേരള കോൺഗ്രസിന് കോൺഗ്രസ് അധിക സീറ്റ് നൽകിയില്ല. ഇതോടെ കോട്ടയത്ത് താൻ മത്സരിക്കാമെന്ന് ജോസഫ് പ്രഖ്യാപിച്ചു. പക്ഷേ മാണി സമ്മതിച്ചില്ല. കേരള കോൺഗ്രസിൽ മാണി വിഭാഗത്തിന് അർഹതപ്പെട്ടതാണ് സീറ്റെന്നും അതിൽ സ്ഥാനാർത്ഥിയെ താൻ നിശ്ചയിക്കുമെന്നും നിലപാടെടുത്തു. ജോസ് കെ മാണി രാജ്യസഭാംഗമായതും കേരള കോൺഗ്രസ് മാണിയുടെ സീറ്റിലാണ്. അതുകൊണ്ട് തന്നെ ജോസഫിന് സീറ്റില്ലെന്ന് പ്രഖ്യാപിച്ചു. ജോസഫിനെ ലോക്സഭയിലേക്ക് അയക്കാനും ജോസഫിന്റെ മകനെ തൊടുപുഴയിൽ നിർത്തി ജയിപ്പിക്കാനും ചരടുവലികൾ നടത്തിയത് മോൻസ് ജോസഫായിരുന്നു. ജോസഫിനെ ഡൽഹിയിൽ അയച്ച് കേരളത്തിൽ മന്ത്രിയാവുകയായിരുന്നു മോൻസിന്റെ ലക്ഷ്യം. ഇതാണ് മാണിയുടെ കടുംപിടുത്തത്തിലൂടെ പൊളിഞ്ഞത്. ഇതോടെയാണ് സിന്ധുമോൾ ജേക്കബിനെ ഇടത് സ്ഥാനാർത്ഥിയാക്കി മാണിക്ക് പരാജയമൊരുക്കാൻ മോൻസ് കരുക്കൾ നീക്കുന്നത്. ഇത് വേഗത്തിൽ ജോസ് കെ മാണിയും തിരിച്ചറിഞ്ഞു. ഇതോടെയാണ് രാഷ്ട്രീയ സ്ഥാനാർത്ഥിയാണ് CPM-ന് നല്ലതെന്ന ചർച്ച ഇടതുപക്ഷം ഉയർത്തുന്നത്. കോട്ടയം മണ്ഡലം കമ്മിറ്റിയിൽ നിന്ന് വാസവന്റെ പേരും ഉയർന്നു. മത്സരിക്കാൻ സമ്മതമില്ലാതിരുന്ന വാസവൻ പാതി സമ്മതം മൂളി. ഇനി ആരാണ് സ്ഥാനാർത്ഥിയെന്ന് സംസ്ഥാന നേതൃത്വം തീരുമാനിക്കും. സിന്ധുമോൾ ജേക്കബിന്റെ ജനകീയ പശ്ചാത്തലം CPM തിരിച്ചറിയുന്നുണ്ട്. കോടിയേരി ബാലകൃഷ്ണനും വൈക്കം വിശ്വനും സിന്ധുമോൾക്ക് അനുകൂലവുമാണ്. ന്യൂസ് ഡെസ്ക് മറുനാടൻ TV.